മഴത്തോട് മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയ്ക്ക് എപ്പോഴും വഴക്ക് പറയുന്ന ഒരാളുണ്ട് ആ വീട്ടില്. എന്തായാലും ആ വൈജയന്തി എന്നുള്ള പേരുള്ളത് ആയിരിക്കും എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ വന്നു നേരം മുതല് കേൾക്കാൻ തുടങ്ങിയതാ വൈജയന്തിയുടെ കാര്യം. പക്ഷെ അതിൽ ഒരു വില്ലത്തിയായിട്ടാ പ്രത്യക്ഷപ്പെടുന്നത്. പണ്ടായിരുന്നെങ്കിൽ പാവമായിരുന്നു, സ്വഭാവം തന്നെയാ, ഒരു അച്ചടക്കം ഒതുക്കുള്ള കുട്ടിയായിരുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവളായിരുന്നോ അത് എന്നൊക്കെ ഞാൻ വിചാരിച്ചു പോകുന്നുണ്ട്. പക്ഷെ അന്നെനിക്ക് താല്പര്യമില്ലായിരുന്നു. നമ്മുടെ കുടുംബ മഹിമ അതൊക്കെ ആലോചിച്ച ഞാൻ പറഞ്ഞിട്ട് അവനെ അവളെ വേണ്ടെന്ന് വെച്ചത്. അല്ലെങ്കിൽ രണ്ടുപേരും നല്ല ഇഷ്ടത്തിലായിരുന്നത് മാത്രമല്ല, അവന് ഇവളെ തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. അതുകൊണ്ട് തന്നെയാ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തലും അതുമാത്രമല്ല മദ്യപാനമൊക്കെ തുടങ്ങിയത്. അത് ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ എൽസമ്മയെ കല്യാണം കഴിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. അതാ പറയുന്നേ, വിധിച്ചതേ നടക്കുകയുള്ളൂ എന്ന്. ഏത് തരത്തിലെല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചെങ്കിൽ അത് അനുഭവിച്ചല്ലേ തീരുള്ളൂ, അല്ലാതെ എങ്ങോട്ട് പോകാനാ എന്നൊക്കെ അവതക്കുട്ടി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. മനു വീട്ടിലാണെങ്കിലും പാവ, എനിക്ക് എന്നും ആ വീട്ടിലെ ഒരു ആശ്വാസ വാക്കുകളിലൂടെ കടന്നു പോകുന്ന ഒരാളാ. അതുകൊണ്ട് തന്നെയാ എനിക്ക് ഇഷ്ടമുണ്ട് ചെറുതായിട്ട് ആ ചേട്ടനും. അതുപോലെ തന്നെയാ ഞാൻ മനയേട്ടാന്ന് വിളിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാകാറുണ്ട്. എന്തായാലും നമുക്കത് നടത്തി കൊടുക്കാം, എന്തായാലും എല്ലാം ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കിപ്പോൾ സന്തോഷമായി. മോള് ഒരു നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു കയ്യിൽ ഏൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മുറപ്പയ്യനാണെങ്കിലും അലീനയെ അവിടെ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. ആർക്കാ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവിടെ വന്നല്ലോ, അതാണെങ്കിൽ ഇങ്ങനെ ചെറിഞ്ഞു പിടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കണുണ്ടോ. ആ സമയത്ത് പറയുക കമല ആൻറ്റി ആയിരിക്കും. പക്ഷെ അവരായിരിക്കും. പക്ഷേ എന്താ നിന്റെ അടുത്ത് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു വേലക്കാരിയായില്ലേ, അതിൻ്റെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴത്തേക്കും ഞാനിങ്ങനെ നിൽക്കുന്നപ്പോഴത്തേക്കും അവർ ഞെട്ടി നിന്നതായിരിക്കും എന്നൊക്കെ അലീന പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത്. ഇതാണ് അവിടുത്തെ സ്ഥിതിയാണെങ്കിൽ ഞാൻ അവിടെ നിർത്തിയിരിക്കില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്നെ ഒരു വിടാൻ വേണ്ടി താല്പര്യമില്ലേ എല്ലാവർക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നല്ല സമാധാനത്തോട്ട് ജീവിക്കുന്ന വീട്ടിലേക്ക് നിന്നെ ഞാൻ കെട്ടിച്ചയക്കുള്ളൂ. ഒറ്റയ്ക്കായിരുന്നാലും കുഴപ്പമില്ല, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ ഏറ്റവും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റാൻലി ജോസഫ് അലീൻ്റെ അടുത്ത്. ആ സമയത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, മോളെ നല്ല പോലെ വിദ്യാഭ്യാസം തരികയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കണം, അതാ അവൻ്റെ ആഗ്രഹവും. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. എല്ലാം ഒതുങ്ങിക്കൂടി നിൽക്കാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും അറിഞ്ഞിരിക്കണം. ആ ഒരു അറിവും അതുപോലെ കഴിവും എല്ലാം നിനക്കുണ്ടെന്നറിയാം. പക്ഷേ ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വൈജയന്തി അവിടെ വെച്ച് കണ്ട് ഞെട്ടി നിന്ന കാര്യമൊക്കെ പറയുക. എന്നെ കണ്ടത് ഞാൻ തിരിഞ്ഞു കളഞ്ഞു. ഏതോ ഒരു ലോകത്ത് പോലെ ഞാൻ നടന്നങ്ങ് നീങ്ങുകയും ചെയ്തു. ആ സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അമ്മയുടെ കണ്ണുകൾ നോക്കി അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ നിന്നെ ഒരിടത്തും വിടില്ല, ഞാൻ ഒരിടത്തും തോറ്റു കൊടുക്കത്തുമില്ല, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പോരാടും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്, എൽസമ്മ വന്നിരുന്നാലും ഒന്നും മിണ്ടില്ല എങ്കിലും ഇവളെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുള്ള മനസ്സ് അവക്കുണ്ട്, അത് നമുക്കറിയാമല്ലോ. പക്ഷേ എല്ലാത്തിനും മീതെ ആ ഒരു ത്രിതാമ എന്നുള്ള ഒരു സാധനം അതുണ്ടെങ്കിലും ഒന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പല പ്രാവശ്യം ഇവിടെയായിട്ട് വന്നെങ്കിലും ഇനി അടുത്ത് വരാൻ പോകുന്നത് ആരെ കൊല്ലാനാണെന്ന് ഒന്നും അറിയില്ല, എല്ലാ തരത്തിലും പ്ലാനിങ് ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആങ്ങളമാർ വന്നിട്ടും പറഞ്ഞത് കേട്ടില്ലേ, ഇനി വരുന്ന വരവിന് ആരെങ്കിലും ഒരാളെ കാണുള്ളൂ എന്ന് വെച്ചാൽ ഞാനും ആവാം, അല്ലെങ്കിൽ അലീനയായിരിക്കും എന്നൊക്കെ പറയുക. അത്രയ്ക്കുള്ള ധൈര്യമൊന്നും അവർക്കില്ല, ഈ പറച്ചിലേ ഉള്ളൂ. അങ്ങനെ വൈജയന്തിൻ്റെ അടുത്ത് കമല ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒളിച്ചാണ് കൊണ്ട് നടക്കുന്നത്. എന്ത് ചോദിച്ചാലും ഒന്നും പറയില്ല, എല്ലാം വൈജയന്തിയിൽ അച്ഛന്ന് അവസാനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിന്നെ സംഭവിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്. എന്തായാലും അവരുടെ തീരുമാനം ഏറെ ഉറച്ച തീരുമാനം പോലെ ഇരിക്കുക. എല്ലാവരും നാലുപേരും ഒത്തുചേർന്ന് ആലോചിക്കുന്നത്
ഇത് കേട്ടിട്ട് വൈജയന്തി പറയുക, എൻ്റെ എന്ത് കാര്യമാണ് അത്, ഇപ്പോഴിവിടുത്തെ അവസ്ഥ എന്താണെന്ന് കണ്ടാൽ ഞാൻ ഒരു തീരുമാനം എടുത്തു പോവും, വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് വന്നാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് കമലം ദേഷ്യത്തോടെ ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവൾ അവിടെ നിന്ന് എന്നെ ഇവിടെ നിന്ന് കുറച്ച് ദിവസം നിന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനക്കേടാ, പിന്നെ വീണ്ടും എഴുന്നള്ളി വരുമെന്ന്, അവൾക്ക് വേറെ ജോലിയില്ലേ, അവളെ വിളിച്ച് പറഞ്ഞു പോയതാ അബദ്ധം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്താ ഫോൺ കട്ടാക്കിയത്? ബാലചന്ദ്രൻ ഇപ്പോൾ മദ്യപാനവും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലും കൂടുതലാ, കേട്ട് കേട്ട് എനിക്ക് സഹിക്കാൻ വയ്യ, എൻ്റെതായ ഒരു തീരുമാനങ്ങൾക്കും ഒരു വിലയില്ല, മക്കളും അതുപോലെ തന്നെയാ, അയാളെപ്പോലെ എല്ലാ സ്വഭാവവും കിട്ടിയിട്ടുണ്ട്, എൻ്റെ മക്കളെന്ന് പറയാൻ പോലും എനിക്ക് പറ്റില്ല. അതുമാത്രമല്ല ഇവിടുത്തെ ജോലിക്കാരി എവിടെയോ പോയിട്ട് കുറച്ച് ദിവസമായി, വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല, ഇപ്പോൾ എല്ലാ ജോലിയും ഞാനാ ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് എന്താ ഒരു നന്ദിയില്ല, കഴിക്കാൻ സമയമൊക്കെ വന്നിരിക്കും, കഴിക്കും, പോവും, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ആർക്കും അറിയണ്ട, ഇവിടെ ഒരു വേലക്കാരിയെ പോലെ ജോലിയെടുത്ത് മടുത്ത് കിടക്കുക എന്നൊക്കെ പറയുന്നതായിട്ട് കമലം പറയുന്നുണ്ട്. ആ സമയത്ത് അലീന ഇവിടെ നിന്നപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, എല്ലാ ഭക്ഷണത്തിന്റെ കാര്യത്തിനായിരുന്നാലും സകലതും അവൾ നോക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ വൈജയന്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളെ പേര് പറയരുത്, അവളാണെങ്കിൽ വേലക്കാരിയാണെങ്കിലും ഇവിടെ എല്ലാവർക്കും ഫുൾ സ്വാതന്ത്ര്യം അല്ലേ കൊടുത്തിരുന്നത്, ഇവിടെ വീട്ടുകാര്യങ്ങളിലായിരുന്നാലും ശരി തന്നെയാ, അടുക്കള കാര്യങ്ങളിലായിരുന്നാലും അവൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിലും അവൾ മുൻതൂക്കം എടുത്ത് വന്നില്ലേ, അത് അവളെ കഴിവ് തന്നെയാ, അവള് കാരണമാ ഇതെല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്നതും, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നീ എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം, അല്ലാതെ നമുക്ക് ഒരു തീരുമാനം എടുക്കാനും ഇതിൽ പറ്റില്ല, എനിക്കത് മനസ്സിലാവുന്നതുമില്ല. ഇവിടെ ശിവൻചേട്ടൻ മനുവായിട്ട് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അലീനയുടെ കാര്യമോ, അവളിവിടെ പോയിട്ട് പിന്നെ എന്തിനാ അവളെ കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കമലം. ഇനിയും എന്തെങ്കിലും പറയുമ്പം ശ്രദ്ധിച്ചിരിക്കണം, എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് കമലത്തിനെ. ഇത് നീ ഇവിടെ വന്ന് ഒരു ദിവസം സംസാരിക്കണം അമ്മയുടെ അടുത്ത്, എന്ത് കാര്യമാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അലീനയുടെ കാര്യം തന്നെയാ, വിളിച്ച് പറയുന്നുണ്ട് അലീനിൻ്റെ അടുത്ത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, സ്വപ്നത്തില് നീ എൻ്റെ കല്യാണത്തെ ആയിട്ട് വരുന്നതല്ല, എൻഗേജ്മെന്റ് ആയിട്ടാ പള്ളിയിൽ വെച്ച് എല്ലാവരും ഉണ്ട്, വൈജയന്തി എൻ്റെ ഞെട്ടി നിൽക്കുന്നതായിട്ടും എൻ്റെ അമ്മ അതിനെക്കാട്ടും ഒരു ഞെട്ടി നിൽക്കുന്നതായിട്ടൊക്കെയോ ഞാനാണെങ്കിൽ കണ്ടത്, ഇത് നടക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കല്യാണം നടക്കും, എല്ലാവരും അനുഗ്രഹത്തോടെ ആയിരിക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്കും മനുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ നിനക്ക് ആഗ്രഹമുണ്ട് ഞാൻ കല്യാണം കഴിക്കണമെന്ന്, അത് പിന്നെ ഇല്ലേ, എനിക്ക് മനുഷ്യനെ ഇഷ്ടമാണല്ലോ എന്നൊക്കെ തുറന്ന് പറയുന്നത് കേട്ടിട്ട് എന്തോന്നില്ലാത്ത ഒരു സന്തോഷം മനുവിനുണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ചിരിച്ച് സന്തോഷിച്ച് തന്നെയാണ് അലീനയും ഫോൺ വിളിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു സന്തോഷം കണ്ടിട്ടേ ഇല്ല എന്ന് ഉടനെ തന്നെ റൂമിലേക്ക് കയറി വന്ന് അവതക്കുട്ടി പറയുക, ആരെയാ ഇത്രത്തോളം വിളിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനു വന്ന് പറഞ്ഞ് കേട്ടതും പറയുക, എനിക്ക് മനു തന്നെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സംസാര വിഷയം, എന്തായാലും നമുക്ക് നടത്തി തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു തരണം. കല്യാണം അത് ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള കല്യാണമായിരിക്കും നടക്കാൻ പോകുന്നത് മോളുടെ. നമ്മൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇതുകൂടെ നമ്മൾ പരിഗണനയിൽ വയ്ക്കും മനുവിൻ്റെ കാര്യം. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല അവൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാനിപ്പോഴൊന്നും പറയുന്നില്ല. അവനാണെങ്കിൽ കുറേ തീരുമാനങ്ങളും എല്ലാം ഉണ്ട് നിൻ്റെ കാര്യത്തിൽ ഇപ്പോഴേ. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് ഒരു വിലയും അവൻ തരില്ല എന്നൊക്കെ അവതക്കുട്ടി സ്ലാലി ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അലീന പറയുക, അത് എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കാനും പണ്ടേ മുതൽ ഒരാളെന്ന നിലയിൽ ഒരു സപ്പോർട്ടായിരുന്നു. ഈ വീട്ടിലായിരുന്നാലും ശരി തന്നെയാണ്. വൈജയന്തി ആൻറ്റിയുടെ ഓരോരോ ബഹളങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല. എന്നെ താങ്ങി നിർത്തിയവരെ ഞാൻ ഒരിക്കലും വഞ്ചിക്കുകയില്ല. അതാ എൻ്റെ സ്വഭാവം.
ആ സമയത്ത് അവതക്കുട്ടി പറയുക, എൻ്റെ ചിന്നമ്മയും അങ്ങനെയായിരുന്നു. ഞാൻ പറയുന്നതൊന്നും അനുസരിച്ചില്ല എങ്കിലും പക്ഷേ അവസാനം അവൾക്ക് പരിഭവങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഞാൻ കേട്ടിരിക്കണം, അല്ലെങ്കിൽ അവളെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു കിട്ടും. പിന്നെ നിർത്തില്ല, എന്തെങ്കിലും പറഞ്ഞിരിക്കും. അതാ സ്വഭാവം എന്നൊക്കെ ചിന്നമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് അവതക്കുട്ടി. ഈ സമയത്ത് അലീന പറയുന്നുണ്ട്, അവതക്കുട്ടി ഏതെങ്കിലും പേരാണെങ്കിലും ഭയങ്കര പണ്ടൊരു വില്ലനായിരുന്നു അല്ലേ കഥയിലെ നായകൻ, ഇവിടുത്തെ പപ്പയെ പോലെ, പിന്നല്ലാതെ എന്നൊക്കെ അവതക്കുട്ടി പറയുന്നുണ്ട്. അതിന് ഞാൻ ഇപ്പം വയസ്സായെന്ന് ആരാ പറഞ്ഞത്? ഇല്ല വയസ്സായില്ല, അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ അവതക്കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വീട്ടിൽ വരാൻ വേണ്ടി തുടങ്ങിയിരിക്കുക. ഇനി ആരിൽ നിന്ന് തുടക്കം കുറിച്ചോ അവരിൽ നിന്ന് തന്നെ അവസാനം വരുമെന്ന് തോന്നുന്നത്. പറഞ്ഞു വന്നത് റീത്താമ്മയെ തന്നെയാണ്. ആദ്യം വന്നയാളും അവസാനം വന്നയാളും എപ്പോഴും ബഹളത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, റീത്താമ്മയ്ക്ക് അത്രയും എൻ്റെ അടുത്ത് വൈരാഗ്യം തോന്നാൻ കാര്യം എന്താണെന്ന് അതെനിക്ക് തന്നെ ഇതുവരെ മനസ്സിലാകുന്നില്ല. പിന്നെ എന്ത് പറഞ്ഞാലും പൈസയ്ക്കാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ പൈസ ഇല്ലാത്തത് ഞാനല്ലേ, അതുകൊണ്ട് തന്നെയാണ് എന്നെ ആരും വിലയൊന്നും കൽപ്പിച്ചിട്ടില്ലാത്തത് എന്നൊക്കെ അലീന പറയുന്നു. അലീന ആ സമയത്ത് ബാലചന്ദ്രൻ്റെ കോള് വരുന്നുണ്ട്. അലീനയ്ക്ക് എന്തൊക്കെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ എല്ലാവരും തിരിച്ചു പോയായിരുന്നു, ആങ്ങളമാരൊക്കെ വന്നെന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുക. എല്ലാവരും പോയി, പക്ഷേ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിലെ നിർണായക ഘട്ടമാണ് എൻ്റെ സാലി ജോസഫ് പറയുന്നുണ്ട്, മോക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ അലമാരയിലുള്ള ഡ്രസ്സിലിട്ട് എനിക്ക് കാണണം എന്നും ഈ ചുരിദാറൊന്നും ഇട്ട് നിൽക്കുന്നത് എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവതക്കുട്ടി പറയുക, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, നീ അത് സാധിച്ചു കൊടുക്കണം എന്ന്. ആ സമയത്ത് തന്നെയാണ് അലീന വിചാരിക്കുന്നുണ്ട്, എന്തായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അത് ഇടുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവതക്കുട്ടി പറയുക, ഇപ്പോഴാ യഥാർത്ഥമായിട്ട് ഈ വീട്ടിലെ രാജകുമാരി ആയത് മോള് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് മനു ആണെങ്കിൽ അലീനെ കാണണമെന്ന് ആഗ്രഹത്തോടെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് കൂടെ ഉള്ളത് ശിവനും അതുപോലെ തന്നെ ഗംഗാധരനും ഒക്കെ ഉണ്ട്.